ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഫൈറ വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ എന്താണ് അവസ്ഥ, എങ്ങനെ എന്താ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എവിടേക്കാണ് പോണത് എന്നിരിക്കൂലേ. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ മോനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വാതിലൊക്കെ പൂട്ടിട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാനത് ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ തന്നെ നോക്കിയാൽ അറിയായിരിക്കും. പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ കുട്ടികളൊക്കെ കേട്ടോ എന്തൊരു കാര്യങ്ങളും എടുക്കൽ എനിക്കങ്ങനെ മടി കേട്ടോ. ഇങ്ങനെ ഒറ്റക്കൊക്കെ എടുക്കുമ്പോൾ എന്താണ് എങ്ങനെയാണ് ഇപ്പോൾ ഇത് എടുക്കുക എന്നുള്ള ആ ഒരു ഫീലാണ് കേട്ടോ ഉണ്ടായാൽ. അപ്പോൾ എന്തായാലും ഞങ്ങൾ റേഷൻ കടയിലേക്കാണ് പോണത്. ഞങ്ങൾ രണ്ടുപേരും ഇപ്പം ഞങ്ങൾ പോണ വഴിയാണ് കേട്ടത്. ഞങ്ങളെ പാടിൻ്റെ അവിടെ നിന്നുള്ള വഴിയാണത്. അപ്പോൾ ഞങ്ങൾ കാപ്പിച്ചെടിയാണ് കേട്ടോ അപ്പുറം ഇപ്പുറം ഈ രണ്ട് സൈഡും കാപ്പിച്ചെടിയാണ് കേട്ടോ ഉള്ളത്. പിന്നെ മേലോട്ടൊക്കെ തേയിലയുണ്ട് കേട്ടോ. തേയില ചെടി അറിയില്ലേ, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കാപ്പിൻ്റെ ഇതൊക്കെ പഴുത്ത് നിൽക്കുന്നുണ്ട്. പച്ചയുണ്ട്, അപ്പം അതിൻ്റെ സീസണാണല്ലോ. അപ്പോൾ പച്ചയുണ്ട്, പഴുത്തതുണ്ട് കേട്ടോ. അപ്പം ഞാനിത് എടുക്കുമ്പോൾ എൻ്റെ മോൻ എന്താ പറയണത്, അയ്യേ നിങ്ങൾ എന്താണ് ഈ കാപ്പിയൊക്കെ എടുക്കണത്. അപ്പം ഞാൻ പറഞ്ഞടാ വെറും വയനാടുകാർ മാത്രമൊന്നുമല്ല നമ്മൾ വ്ളോഗ് കാണുക. എവിടേക്കോ ഉള്ള ആളുകളുണ്ടാവും, കാപ്പിയൊന്നും കാണാത്ത ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് ഞാനിത് എടുക്കണത്. അങ്ങനെ ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഒരാളെങ്കിലും പിന്നെ നമ്മുടെ വയനാടുകാരല്ലാത്തവരും എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അതൊക്കെ കാണിച്ചു തന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും നടന്നിട്ടാണ് കേട്ടോ പോണത്. പിന്നെ ഇങ്ങോട്ട് അരിയും കൊണ്ട് വരുമ്പോൾ പിന്നെ നമുക്ക് ഓട്ടോ വിളിച്ചിട്ട് വരാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ഞങ്ങളിത് അവിടെ നടന്നുകൊണ്ട് ടൗൺ എത്തിക്കും കേട്ടോ. ചെറിയൊരു ടൗൺ ഉണ്ട് കേട്ടോ ഞങ്ങളവിടെ. അപ്പോൾ അവിടെ എത്തിയിട്ടോ ഞങ്ങൾ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ തേയിലേൻ്റെ ഫാക്ടറി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പാക്കറ്റ് തേയിലൊക്കെ വാങ്ങലൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നല്ല പൊടിയാണേ. ഇവിടെ റിപ്പൺ ചായപ്പൊടി എന്നാണ് കേട്ടോ. ഇന്നാണെങ്കിൽ ഒരു പണി പാളിയ ദിവസമായിരുന്നു കേട്ടോ. രാവിലെ ഉപ്പയും മോനും വന്നിട്ട് റേഷൻ കടയിൽ 8 മണിക്ക് തുറക്കണേന് ആദ്യം. അപ്പോൾ അത് വിചാരിച്ച് വന്ന് നോക്കുമ്പോൾ അത് തുറന്നിട്ടില്ല കേട്ടോ. അപ്പോൾ വെക്കാനാണ് ഈ അരി ഇല്ലായിരുന്നു കേട്ടോ. അന്നേരം എന്ന് പറഞ്ഞാൽ മോനിക്ക് സ്കൂൾക്ക് ചോറ് കൊണ്ടുകൊണ്ടേനു കേട്ടോ. അപ്പോൾ ഒരു 10 കിലോൻ്റെ അരി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം അതിന്മേൽ ഉണ്ടരി നേരിയപ്പോൾ ഞാൻ വിചാരിച്ച് വേവുള്ള അരിയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അത് പൊളിച്ച് നോക്കുമ്പോഴാണ് അറിയുന്നത് മട്ടേരിയാണ്. അത് മട്ടേരി ഇവിടെ ആരും തിന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ തിളച്ച വെള്ളം ഓഫാക്കേണ്ടി വന്നു. അങ്ങനെ വെക്കാൻ വേറെ അരി ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഇപ്പോൾ ഈ രാവിലെ തന്നെ റേഷൻ കടയിൽ പോയത് കേട്ടോ. അങ്ങനെ റേഷനൊക്കെ വാങ്ങിയിട്ട് 20 കിലോന് അരി ഇട്ടിട്ടോ ഞങ്ങൾക്ക്. അപ്പം 5 കിലോ പച്ചരിയും പിന്നെ 15 കിലോ ചോറ്റരിയും വാങ്ങിയിട്ടോ. പിന്നെ ഗോതമ്പിൻ്റെ പാക്കറ്റും കിട്ടിയിട്ടോ, പൊടി അതും കിട്ടി. അങ്ങനെ അതൊക്കെ വാങ്ങിയതാ പോന്നു കേട്ടോ. ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. പിന്നെ മക്കൾ പഠിക്കുന്ന സ്കൂളാണ് കേട്ടത്. അപ്പോൾ രണ്ടാമത്തെ മോനക്ക് പിന്നെ ഉച്ചക്കാണ് പരീക്ഷ. അപ്പോൾ അതാണ് അവനെയും കൂട്ടിയിട്ട് പോയത് കേട്ടോ. ബാക്കി 2 പേരുണ്ട്. മൂത്ത ആൾ 10ലാണ്, രണ്ടാമത്തെ ആൾ 8ലും, മൂന്നാമത്തെ ആൾ 5ലുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ എക്സാം ആയതുകൊണ്ട് പിന്നെ ആരുമില്ല. അവനക്ക് പിന്നെ ഉച്ചക്കായതുകൊണ്ട് പിന്നെ എൻ്റെ കൂടെ പോകുന്നു കേട്ടോ. പിന്നെ ഞാനങ്ങനെ റേഷൻ കടയിലേക്കൊന്നും അങ്ങനെ പോകലില്ല. എപ്പോഴും ഇവരെപ്പച്ചിയും മക്കളും ആരെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ പോകും കേട്ടോ. അപ്പോൾ കുട്ടികൾ ഞങ്ങൾ 5 പേരും അതിലുള്ളത്. അപ്പോൾ കുട്ടികളും കൈ വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ പോകലാണ് കേട്ടോ സംഭവം. അപ്പോൾ ഇപ്രാവശ്യം പിന്നെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പോകേണ്ടി വന്നത്. പിന്നെ ഞാനങ്ങനെ അരിയൊന്നും അങ്ങനെ തൂക്കിയിട്ട് കൊണ്ടുവരലൊന്നുമില്ല കേട്ടോ. പക്ഷെ എൻ്റെ ജീവിതത്തിൽ സത്യം പറയുകയാണെങ്കിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ പിന്നെ ഒന്നില്ലെങ്കിൽ ഇവരെപ്പോഴെങ്കിലും കൂടെ ഉണ്ടാവും. അങ്ങനെയാണ്. പിന്നെ ഇവരെ ഉപ്പാക്ക് ഇപ്പോൾ കൈ നാശമായതിൻ്റെ ശേഷമാണ് ഇപ്പോൾ എല്ലായിടത്തേക്കും ഒന്ന് ഒറ്റയ്ക്ക് പോകലും അങ്ങനെയൊക്കെ തുടങ്ങിയത് കേട്ടോ. ഇപ്പോൾ 6 മാസമായി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അങ്ങനെ പിന്നെ പണിക്ക് ഇറങ്ങിയിരിക്കണേ. അല്ലാണ്ട് ഇപ്പോൾ നമുക്ക് ജീവിക്കണ്ടേ. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു അരിയില്ലാത്തൊക്കെ ഒരവസ്ഥ ഞങ്ങൾക്ക് കുറേ വന്നിക്കണം കേട്ടോ. പിന്നെ കുറേ സിറ്റുവേഷനിലൊക്കെ ഞങ്ങൾക്ക് അങ്ങനെ തേക്കണ ഗ്യാസൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഞങ്ങൾ പിന്നെ ഭയങ്കര ഇടങ്ങേറൊക്കെയാണ്. പട്ടിണി കിടക്കേണ്ട അവസ്ഥയിന് അങ്ങനെ കുറേ ഞങ്ങളെ അനുഭവത്തിൽ കൂടെ ഞങ്ങൾക്ക് ഉണ്ടായിരിക്കണേ. അപ്പോൾ അതൊന്നും ഇപ്പോൾ നമ്മളിവിടെ പറയണില്ല. പിന്നെ എന്താ പറയുക, അങ്ങനെയൊക്കെ ജീവിതമല്ലേ, അങ്ങനെയൊക്കെ പോകും. അപ്പോൾ ഇയാൾ ഓട്ടോക്കാരൻ തട്ടിക്കണ് വർത്താനം മനങ്ങാണ്ട് അങ്ങോട്ട് പോയിട്ടോ. പിന്നെ ഇങ്ങോട്ട് തന്നെ തിരിച്ച് വന്നിട്ടോ. പിന്നെ ഞങ്ങളവിടെ ഒരു കുത്തനൊരു കയറ്റാണ് കേട്ടോ. അല്ല കയറ്റല്ല, സ്റ്റെപ്പ്. സംഭവം സ്റ്റെപ്പ് കാണിച്ചു തന്നെ വിചാരിച്ചിരുന്നു കേട്ടോ. ഭയങ്കര ഇടങ്ങേറാണ്. അപ്പോൾ അത് ഒരു 5-6 സ്റ്റെപ്പ് മേലേക്ക് അയാൾ വെച്ച് തന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് മെല്ലെ മെല്ലെ ഞാനിങ്ങനെ തൂക്കിയിട്ട് കൊടുന്നു കേട്ടോ. കാരണം 15 കിലോ ഉണ്ട്. ഇതൊന്നും ഞാൻ അങ്ങനെ തൂക്കൽ തന്നെയല്ല, എനിക്കങ്ങനെ അറിയില്ല. എപ്പോഴും പിന്നെ മൂത്ത ആളുണ്ടെങ്കിൽ പിന്നെ നമ്മളെ കൊണ്ട് എടുക്കാനൊന്നും അയക്കില്ല കേട്ടോ. അവൻ എന്നെ കൊണ്ടുവന്ന് വെച്ച് തരും കേട്ടോ. ഇപ്പോൾ കണ്ടോ പിന്നെ കുഴങ്ങിക്കണ് ഞാനാകെ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് നടക്കാനൊന്നുള്ള സ്ഥലമില്ല, എല്ലായിടത്തും കൂടെ സാധനങ്ങളായതുകൊണ്ട് പിന്നെ ആകെ ഒരു കുറച്ച് വഴിയേ ഉള്ളൂ നമുക്ക് ഇങ്ങനെ നടക്കാനുള്ളത്. അപ്പോൾ ഏതായാലും ഞാൻ തന്നെ കൊടുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ മകനാണെങ്കിൽ വീഡിയോ എടുക്കാനൊക്കെ ഞാൻ പറഞ്ഞൊന്ന് പോയിക്കാൻ മനുഷ്യൻ കുഴങ്ങിക്കണ് അറിയണം കേട്ടോ. ദണ്ഡങ്ങൾ അരി ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ അരി ഇല്ലയെന്ന് പറയുമ്പോൾ നിങ്ങളെ ചിലപ്പോൾ വിശ്വസിക്കില്ല. അപ്പം നമുക്ക് കിട്ടിയതാണ്. പിന്നെ പച്ചരിയൊക്കെ കുറച്ചുള്ളായിരുന്നു കേട്ടോ.
അപ്പോൾ ഒരു 2 ദിവസമൊക്കെ വെക്കാനുള്ള പച്ചരി ഉള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പച്ചരി കിട്ടിയതുകൊണ്ട് ഞാൻ ഇത് പുതിയതാട്ടോ, പഴയത് അതിലും ഇട്ടു. പിന്നെ പഴയത് മൂടിക്കാക്കിയിട്ട് മേൽഭാഗത്ത് ഇട്ടാൽ അത് വേഗം കയ്യല്ലോ പറഞ്ഞിട്ടാണ് ഞാനിങ്ങനെ ഇടുന്നത്. പിന്നെ നല്ല അടിപൊളി അരി കേട്ടോ, റേഷൻ അരി ആണെങ്കിലും പച്ചരി ആയാലും ചോറ്റരി ആയാലും അടിപൊളി അരിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ എന്തായാലും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഞാൻ പോയപ്പോൾ ഇതങ്ങനെ എടുത്ത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി